നമ്മളെ അമ്മമാരെന്ന് പറഞ്ഞാൽ ചിലവർ പറയണ കേൾക്കാം എങ്ങനെയാണെന്നറിയോ, ഈ പ്രസവ വേദനക്കായാലും വേറെ ഒരു വേദനയും ഇല്ലയെന്ന് ചിലവർ പറയുന്നത്. അല്ല, അതല്ല സത്യം. മനോവേദന എന്ന് പറയുന്നതാണ് സത്യം. ഇപ്പോൾ ഈ പ്രസവ വേദന എന്ന് പറയുന്നത് പെണ്ണുങ്ങൾ ഈ പ്രസവ ടൈമിൽ അയ്യോ അറകലേ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഞാനും ഒരുപാട് നിലവിളിച്ചിട്ടുണ്ട്. പക്ഷേ ആ വേദന പിന്നെ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? എങ്ങനെയാണ് ആ വേദന നമ്മൾക്ക് വന്നത്, അല്ലെങ്കിൽ എന്തായിരുന്നു ആ വേദന എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. പക്ഷെ മനോവേദന എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്നും ഒരാൾ നമ്മളെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആ വേദന എന്ന് ഓർത്തെടുക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനിങ്ങനെ പറഞ്ഞില്ലേ, അവനിങ്ങനെ എൻ്റെ അടുത്ത് ചെയ്തില്ലേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ വേദന നമുക്ക് എടുക്കാൻ പറ്റും. ഞാൻ അതിൻ്റെ ഈ തലയൊക്കെ താത്തുന്നത് നിറയെ കൊതുവാണ് കേട്ടോ, അതും കൂടി പറയണേ. അപ്പം മനോവേദനയാണ് നമ്മൾക്ക് ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഇപ്പോൾ അച്ഛനമ്മ ഇപ്പോൾ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ 4 മക്കളുണ്ടെങ്കിൽ നമ്മൾ 4 ആൾക്കാരിനെ ആയിരിക്കും, 4 മക്കളിനെയും നമ്മൾ ഒരേപോലെ ആയിരിക്കും കാണുന്നത്. പക്ഷേ അതിൽ 1-2 മക്കൾക്ക് തോന്നാം ഞങ്ങളെ സ്നേഹിക്കുന്നില്ല, അവനെയല്ലേ കൂടുതൽ സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇന്ന് നമ്മൾ 4 മക്കളിനെ നമ്മൾ ഒരേപോലെ തന്നെയാണ് സ്നേഹിക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ ആൺകുട്ടികളാണ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം ഒരു ദിവസം പണിക്ക് പോയില്ലെങ്കിൽ തന്നെ അച്ഛൻ വന്നിട്ട് ഇപ്പോൾ ചോദിക്കുകയാണ് അവൻ പണിക്ക് പോയോ എന്ന് പറഞ്ഞാൽ അമ്മമാർ പോയില്ല എന്ന് ഒരിക്കലും പറയില്ല. അവൻ പോയി, അല്ലെങ്കിൽ പോയിട്ട് കൂലി കിട്ടിയില്ല, അല്ലെങ്കിൽ ഇന്ന് അവൻ്റെ ഓണർ എങ്ങോട്ടോ പോയി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ആൺമക്കളെ കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അമ്മമാരാണ്. മനസ്സിലായി? ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും അമ്മമാർ മക്കളെ. പെൺകുട്ടികളാണെങ്കിലും അങ്ങനെ തന്നെയാണ്, അമ്മമാർ പ്രൊട്ടക്റ്റ് ചെയ്യും. ആ അമ്മമാരിനെയാണ് എന്നിട്ട് ഈ മക്കൾക്ക് വേണ്ടാണ്ട് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് അവർക്ക് 2-3 മക്കളൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ അമ്മമാരിനെ മക്കൾക്ക് വേണ്ടാണ്ടാവുന്നത്. ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മമാരിനെ ഉപദ്രവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എന്നൊക്കെ. അപ്പം ഞാൻ പോയ സ്ഥലത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരമ്മ, ആ അമ്മയുടെ അവർക്ക് 4 പെണ്ണും 2 ആണാണ്. ഈ 4 മക്കളെയും കെട്ടിക്കൊടുത്തു, 2 ആമക്കൾക്ക് കല്യാണം കഴിച്ചു. അതിലത്തെ ഒരു മകൻ ഈ അമ്മൻ്റെ നിന്ന് സ്വത്തുകൾ മൊത്തം ഓടിലേ അതിനെയൊക്കെ എഴുതി മേടിച്ച് ഈ ഭാര്യയും ഇയാളും കൂടി ചേർന്നിട്ട് അതിനെ നേരെ ആശ്രമത്തേക്ക് കൊണ്ടുവന്ന് ചേർത്തി. പക്ഷേ ഈ തമിഴ്നാട്ടിലൊരു ആശ്രമമുണ്ട്. പക്ഷെ ഞാൻ പോയവിടെ എന്ന് പറഞ്ഞാൽ സ്ഥലപ്പേരൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, അത് നാളെ ഒരു ബുദ്ധിമുട്ടാവണ്ടെന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ പോയിടത്ത് എന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കാനോ അങ്ങനെയൊന്നുമില്ല, വീഡിയോ എടുക്കാനൊന്നും ചെയ്യാൻ പറ്റില്ല. നിറയെ ചുറ്റും ക്യാമറകളുണ്ട്. പക്ഷേ എന്നാലും ഉപദ്രവം അവിടെ നടക്കുന്നുണ്ട്. ഞാനിവരടുത്തത് പറഞ്ഞിട്ടുമുണ്ട് ഇങ്ങനെ സംഭവം ഉണ്ട് എന്ന്. പക്ഷെ അവർക്ക് അതൊന്നുമില്ല. അവർ മാസത്തിലോ അല്ലെങ്കിൽ ഇനി നല്ല വിശേഷമൊക്കെ കൂടുമ്പോൾ വരും, ഒരു കേക്ക് വാങ്ങി മുറിക്കേ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്ത തുണിയൊക്കെ അവിടെ കൊണ്ട് കൊടുത്ത് കൂടെ ഇരുന്നൊന്ന് ഫോട്ടോ എടുക്കും. അത് എന്തിനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പോൺസർ തരുന്നവർ കാണാൻ വേണ്ടിയിട്ടാണ്. അവിടെ എത്ര അമ്മമാരുണ്ട്, എന്താണ്, എല്ലാം സ്പോൺസർ തന്നെയാണ്. കിടക്ക, കട്ടില്, ഭക്ഷണം, തുണികൾ എല്ലാം സ്പോൺസർ തന്നെയാണ്. ഈ ഉള്ള ആൾക്കാർ മൊത്തം ഈ അനാഥാശ്രമം ഇടുന്നതിൻ്റെ ഒരു റീസൺ അതാണ്. കാരണം മേലും മരുങ്ങാണ്ടിരുന്നിട്ട് തിന്നാലോ, അതിന് വേണ്ടിയിട്ടാണ് ഈ അനാഥശാല. നമ്മളൊക്കെയാണ് തീട്ടം ഒക്കെ നമ്മൾ എന്നിട്ട് കാശുണ്ടാക്കുന്നത് അവർ. നമുക്ക് തുച്ഛമായ സാലറിയാണ് നമുക്ക് തരുന്നത്, മനസ്സിലായില്ലേ? ചിലപ്പോഴൊക്കെ 2-3 വട്ടം കക്കൂസിൽ പോയി പാമ്പേഴ്സിൽ കൂടെയും ഇരിക്കുന്ന തുണിയിൽ കൂടെയും ഒക്കെ പോയിട്ട് ചെയ്യുന്നത് ഞങ്ങളാണ്. ശമ്പളവും കാശും മേടിക്കുന്നത് അവരൊന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് നമുക്ക് സാലറി ഉണ്ടായില്ല. അതാണ് ഞാൻ ആ ജോലി വിടാൻ തന്നെ കാരണം. കാരണം പറഞ്ഞാൽ നമുക്ക് സാലറി ഉണ്ട്, നമുക്ക് ജീവിക്കണ്ടേ.